എത്ര കഷ്ടപ്പെട്ടാലും മോൾ എന്നെ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയാം. പക്ഷെ ഗോപേട്ടനെയും എന്റെ രാമപുരത്ത് അമ്മയും വിട്ട് എനിക്ക് വരാൻ പറ്റില്ല മോളെ. എന്നാലും മോൾ ഇവിടുന്ന് പോണം, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടണം. ഞാൻ അങ്ങനെ പോയാ അച്ഛൻ അമ്മയെ വെറുതെ വിടില്ല. ഉദ്ദേശിച്ച കല്യാണം മുടങ്ങിയതിന്റെ പേരില് ആദ്യമൊക്കെ ഗോപേട്ടൻ കുറെ ബഹളം വെക്കുമായിരിക്കും. പക്ഷേ പിന്നെ അങ്ങ് ഒതുങ്ങിക്കോളും. അമ്മയെ ആപത്തിൽ തനിച്ചു വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. നീ ഭയക്കുന്ന ആപത്തുകളൊന്നും എനിക്ക് വരില്ല. ഗോപേട്ടൻ എന്നെ കൊല്ലൊന്നുമില്ല, അക്കാര്യത്തിൽ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. പത്രം തുറന്ന നമ്മുടെ വീട്ടിലൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന ഒരുപാട് വാർത്തകൾ കാണാൻ പറ്റും. അതിലെ ഇരകൾക്കും അമ്മ ഇപ്പൊ പറയുന്ന തരത്തിലുള്ള പല ഉറപ്പുകളും ഉണ്ടാവും. അതൊക്കെ തെറ്റാൻ വേട്ടക്കാരന്റെ ഒരു നിമിഷത്തെ എടുത്തുചാട്ടം മതി. ഇതൊക്കെ നിന്റെ തോന്നലാ മോളെ. വേറെ ജോലിയൊന്നും അന്വേഷിക്കാൻ നിൽക്കാതെ മോള് സത്യന്റെ അടുത്തേക്ക് തന്നെ പോണം. അവിടെ നീ ചെന്ന് ചേരേണ്ടത്. എന്തിനു വേണ്ടിയാ ഞാൻ അവിടെ ചെന്ന് ചേരേണ്ടത്? അമ്മ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എനിക്കറിയണം. ഞാൻ SP അങ്കിളിന്റെ അടുത്ത് തന്നെയാണ് ചെന്ന് ചേരേണ്ടതെന്നും മുമ്പ് അങ്കിളും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം തന്ന അമ്മ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എന്തുകൊണ്ടാ ഞാൻ അവിടെ ചെന്ന് ചേരേണ്ടവളാണെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്? അച്ഛനില്ലാതെ അമ്മ വളർത്തിയ കുട്ടികളെ അച്ഛന്റെ വീട്ടുകാരെ സംരക്ഷിക്കാറുണ്ട്. സത്യത്തിൽ ഞാൻ ആ കുടുംബത്തിലെ അംഗമല്ലേ? ഞാനും അവരുടെ ചോര തന്നെയല്ലേ? എന്നെ അവരല്ലാതെ SP അങ്കിൾ എന്തിനു സംരക്ഷിക്കണം? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നല്ലോ സത്യൻ. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രമാണ് SP അങ്കിൾ ഈ ഔദാര്യം കാണിക്കുന്നതെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. പറയുന്നത് അമ്മയായാ പോലും.